ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ഓണത്തിന് ഒരു വിളവെടുപ്പ് വീഡിയോയും അതേപോലെ തന്നെ വിളവെടുപ്പ് വെച്ചിട്ട് നമ്മൾ ഓണക്കിറ്റും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ വീഡിയോയിൽ ഇഷ്ടംപോലെ നല്ല അടിപൊളി കമൻസുകളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ പിന്നെ ആ ഓണം വിളവെടുപ്പൊക്കെ എടുത്തിട്ട് ആ വീട്ടിലൊക്കെ നമ്മൾ പോയി സാധനമൊക്കെ കൊടുത്തു. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തോന്ന് പറയാനുള്ളത്? വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അല്ലേ. നമ്മളുടെ തന്നെ വിളവെടുത്തിട്ട് നമ്മൾ ഓരോരുത്തരുടെയും വീട്ടിൽ നമ്മൾ തന്നെ കൊണ്ടു കൊടുക്കുന്നത് ആദ്യമായിട്ടായിരുന്നു. ഓണകാലമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് നല്ല മനസ്സിനൊക്കെ നല്ലൊരു കുളിർമയായിരുന്നു അല്ലേ. നല്ലൊരു അനുഭവമായിരുന്നു. നമ്മുടെ മനസ്സും കണ്ണും വയറും ഒരേപോലെ നിറഞ്ഞ ഒരു അനുഭവമായിരുന്നു അല്ലേ. യൂഷ്വലി നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ പൈസ ആയിട്ട് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കൊടുക്കാറുണ്ട്. അത് എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഏതെങ്കിലും ചാരിറ്റബിൾ ഫൗണ്ടേഷനോ അങ്ങനെയൊക്കെയാണ് കൊടുക്കാറ്. പക്ഷെ ഇപ്രാവശ്യം എന്ന് വെച്ചാൽ നേരിട്ട് നമ്മൾ പോയി കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു ഫീലിംഗ് വേറെ ആയിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾക്ക് കാണാൻ പറ്റി അവരെ എന്ത് പ്രശ്നത്തോടാണ് പോകുന്നത്, എന്തിലൂടാണ് അവർ പൊക്കോണ്ടിരിക്കുന്നത്, അവരുടെ വീട്ടിൻ്റെ കണ്ടീഷൻ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് അവർ വാങ്ങിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന സന്തോഷമൊക്കെ കാണുമ്പോൾ അത് ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ്. ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ സത്യത്തിൽ ആദ്യത്തെ വീട്ടിൽ കയറിയപ്പോൾ അവിടെ ഒരു കുഞ്ഞു മോളുണ്ടായിരുന്നു അല്ലേ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞായിരുന്നു. അവളാണ് അമ്മയുടെ കാര്യങ്ങളൊക്കെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്, തുണി കഴുകി കൊടുക്കുന്നതും പാത്രം കഴുകുന്നതും അതൊക്കെ കഴിഞ്ഞിട്ടാണ് ആ കുഞ്ഞ് സ്കൂളിൽ പോകുന്നത്. അപ്പം നമുക്കൊന്ന് ചിന്തിക്കാവുന്നേ ഉള്ളൂ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എന്ത് ഭാഗ്യം ചെയ്ത കൊച്ചുങ്ങളാണ് അല്ലേ. എന്തോ തോന്നി അവിടെ ചെന്നിട്ട് ഇത്രയും കൊച്ചു പ്രായത്തിൽ കുഞ്ഞിന് ഇത്രയും ഫേസ് ചെയ്യേണ്ടി വരുന്നതും ആ അമ്മ ഇത്രയും കുഞ്ഞ് മോളേ ഉള്ളൂ. കഷ്ടം തന്നെയാണ്. അവരുടെ വീടും നമ്മൾ കാണുമ്പോൾ ഒക്കെ വല്ലാത്തൊരു കണ്ടീഷനാണ്. ഹസ്ബൻഡ് കൂലിപ്പണിക്കാണ് പോകുന്നത്. അപ്പം എന്താണ് പറയുക, നമ്മളൊക്കെ എന്തുമാത്രം ഭാഗ്യം ചെയ്തവരാന്ന് അപ്പോൾ ആലോചിച്ചു പോയി. നമ്മളൊന്നും അറിയുന്നില്ല സത്യം പറഞ്ഞാൽ. നമുക്ക് ഇത്രയും നല്ലൊരു ഫാമിലി ദൈവം തന്നു. മീൻസ് ഫിനാൻഷ്യലിയും നമുക്ക് ദൈവം അത്ര കഷ്ടപ്പാടൊന്നും തന്നില്ല. എന്താ പറയുക, നമ്മൾ ഭയങ്കര ലക്കിയാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. കിട്ടാത്തതിനെ കുറിച്ച് നമ്മളിങ്ങനെ പുറപുറത്തോണ്ടിരിക്കാതെ നമുക്ക് കിട്ടിയ സംഗതികൾക്കെല്ലാം നമ്മൾ നന്ദിയുള്ളവരായിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. അതെ, നമുക്കും മെയിനായിട്ട് നമ്മളെപ്പോഴും ഈ ഗ്രാറ്റിറ്റ്യൂഡെല്ലാം മറക്കുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടി, ഇത് നമ്മുടെയൊക്കെ അർഹതപ്പെട്ട കാര്യമാണ്, ഇതെല്ലാം സിമ്പിളല്ലേ, ഇതെല്ലാവർക്കും ഉള്ളതല്ലേ എന്നൊരു തോന്നുമ്പോഴാണ്. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വീണ് കാലൊന്ന് ഉളുക്കിയിരിക്കുമ്പോഴായിരിക്കും നമുക്ക് കാലിൻ്റെ വില മനസ്സിലാവുന്നത്. അതുപോലെ ഒന്ന് കൈയും കാലിലൊന്ന് ഉളുക്കുമ്പോഴായിരിക്കും നമുക്ക്, അല്ലെങ്കിൽ ഒന്ന് വീഴുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവും, ഉയ്യോ ഈ കൈക്ക് ഇത്രയും വിലയുണ്ട്, ഈ കൈ വെച്ച് കഴിഞ്ഞാൽ എത്രയും ദിവസം കഴിച്ചുകൊണ്ടിരുന്നത്, ഞാൻ പേന പിടിച്ചുകൊണ്ടിരുന്നത്, ഒറ്റ വീഴ്ച കൊണ്ടാണ് നമുക്ക് ആ കൈ ഇല്ലാതായ, നമ്മുടെ ഒരു മെയിൻ ഭാഗം ഇല്ലാതായ. അപ്പോൾ ഓരോ കാര്യത്തിലും നമ്മൾ ജസ്റ്റ് ഗ്രേറ്റ്ഫുൾ ആയിരിക്കാം. ജസ്റ്റ് രാവിലെ എണീക്കുമ്പോൾ തന്നെ എനിക്ക് എണീക്കാൻ പറ്റിയല്ലോ, അതിന് ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. അതെ, നമ്മുടെ മുകളിലോട്ട് നോക്കുമ്പോൾ നല്ലൊരു വീടുണ്ട്, മഴ പെയ്യാതെ എല്ലാം കിടക്കുന്നുണ്ട്, എന്നും രാത്രി വയർ നിറഞ്ഞ് നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാം കൊണ്ടും നമ്മൾ ഇപ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റ് ഉണ്ട്, നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്, നിങ്ങൾക്കൊരു ഫോണുണ്ട്, അതൊന്നും ഇല്ലാത്ത എത്രയോ പേരുണ്ട്. അതൊക്കെ ഒരു നമ്മൾ ഭയങ്കര അത് ടേക്കൺ ഫ്രോം ഗ്രാൻഡഡിലാണ് അത് എടുത്തിരിക്കുന്നത്. നമുക്ക് എല്ലാം ഉണ്ടല്ലോ എന്നൊരു രീതിയിൽ, ഇതൊക്കെ ഒന്നും അല്ല എന്നൊരു രീതിയിൽ. പക്ഷേ ഫോണൊന്നും അല്ല, നമ്മളുടെ തന്നെ ഓരോ അവയവങ്ങളല്ലേ. നമ്മൾ ഒരു അസുഖവും ഇല്ലാതെ ജീവിക്കാന്ന് പറഞ്ഞ, ഒരു ദിവസം ജീവിക്കാന്ന് പറയുന്നത് തന്നെ എന്തോ ഒരു ഭാഗ്യം ചെയ്തവരാണല്ലേ നമ്മൾ. സത്യം പറഞ്ഞാൽ നമ്മൾ അവിടെ ഇതുമായിട്ട് ചെന്നപ്പോൾ നമ്മൾ ഉചിതമായ ഒരു തീരുമാനം എടുത്തതെന്ന് തന്നെ നമുക്ക് തോന്നിപ്പോയി അല്ലേ. അതെ, കറക്റ്റ് സ്ഥലത്താണ് നമ്മൾ നമ്മുടെ വിളവെടുപ്പ് കൊണ്ടു കൊടുത്തത് അല്ലേ. ഇങ്ങനെയുള്ള അസുഖം ആയിട്ട് ഇരിക്കുന്നവർക്ക് ജൈവ രീതിയിലുള്ള പച്ചക്കറികൾ നമുക്ക് കൊണ്ടു കൊടുക്കാനായിട്ട് സാധിച്ചു. അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് പിന്നെ കുറച്ച് പച്ചക്കറി വാങ്ങിച്ചു കൊടുക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല അല്ലേ. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യേക ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ. അതെ, ഇപ്രാവശ്യം ഞങ്ങൾ പ്രത്യേകം മമ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ജസ്റ്റ് എന്തെങ്കിലും കൊണ്ട് കൊടുക്കുന്നതിന് പകരം നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് കിളിപ്പിച്ചെടുത്ത ഓരോ പച്ചക്കറികൾ, ഓർഗാനിക് ആയിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് അതാത് വെയ്യാത്ത കുറച്ച് ആൾക്കാർ കൊണ്ട് കൊടുത്താൽ നല്ലതല്ലയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെന്താ, നല്ല കാര്യമല്ലേ. എന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ ചെയ്ത എഫേർട്ട് ഉണ്ടല്ലോ, ആ എഫേർട്ട് നമുക്ക് ഓർമ്മ വരും. ഇത്ര എഫേർട്ട് എടുത്തിട്ട് നമ്മൾ ചെയ്തൊരു കാര്യമാണ്, അതാത് ആൾക്കാർക്ക് കിട്ടി, അവരുടെ സന്തോഷം കാണുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നൊരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആയിരുന്നു.
പിന്നെ അടുത്തതെന്ന് വെച്ചാൽ സത്യത്തിൽ ഈ പ്രാവശ്യം വിളവെടുക്കാൻ പറ്റുമോ, വിളവെടുപ്പിന് വല്ലതും ഉണ്ടോ എന്ന് വരെ ആലോചിച്ചു പോയിരുന്നു അല്ലേ. കാരണം നമ്മൾ വീടിൻ്റെ പണിയും അതുപോലെ മഴയും ഒക്കെ ആയിട്ട് നമ്മൾ ഇച്ചിരി ഒന്ന് നമ്മുടെ കൃഷിയൊക്കെ ഒന്ന് പുറകോട്ടായിരുന്നു. അപ്പോൾ എന്നാലും നമ്മൾ ഇങ്ങനെ ഒരു ആഗ്രഹം വെച്ചിട്ട് നമ്മൾ പറമ്പിലോട്ട് ഇറങ്ങിയപ്പോൾ നമുക്ക് കുറേ ഐറ്റങ്ങൾ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിച്ചു. അത് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അപ്പം നമ്മുടെ തന്നെ ഇങ്ങനെ പറമ്പിലൊക്കെ ഇങ്ങനെ നടന്ന് നമുക്ക് അത്യാവശ്യമുള്ളതൊക്കെ നമ്മളിങ്ങനെ എടുത്ത് കൊണ്ടു കൊടുത്തു. സത്യത്തിൽ പിന്നെ നമ്മുടെ എന്താണ് ഈ ഓണം തിരുവോണ നാളിൽ നമുക്ക് തിരുവോണം ഉണ്ടില്ലേലും നമുക്ക് കുഴപ്പമില്ലായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകുമായിരുന്നു. ഇപ്പോഴെന്ന് വെച്ചാൽ ന്യൂക്ലിയർ കുടുംബമാണ് അല്ലേ. കുഞ്ഞുങ്ങൾ 2 പേര് അല്ലെങ്കിൽ ഒരാൾ, അപ്പനും അമ്മയും മാത്രം. അപ്പോൾ എന്തുണ്ടെങ്കിലും ആ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ 2 കുഞ്ഞ് അല്ലേ, അവർക്ക് മാത്രമേ ഉള്ളൂ. അവർക്ക് ഷെയർ ചെയ്യണമെന്നോ, ചിലപ്പോൾ അവർ ഒരു സാധനം കിട്ടിയാൽ അവർ തന്നെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ തന്നെ കഴിച്ചുകൊണ്ടിരിക്കും. അവർക്ക് ഷെയർ ചെയ്യണമെന്നോ മറ്റുള്ളവർക്ക് കൂടെ അതൊക്കെ ഒന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൊടുക്കണമെന്നോ ഒന്നും ഉള്ളൊരു ബോധമൊന്നും കൊച്ചുങ്ങൾക്ക് കാണത്തില്ല. പക്ഷേ നമ്മൾ പേരൻസ് എന്ത് വേണം, നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ കുട്ടികൾക്കത് മനസ്സിലാവുകയുള്ളൂ. അപ്പം പേരൻസ് ചെയ്യുന്നതിൻ്റെ ഗുണമായിരിക്കും അടുത്ത തലമുറയ്ക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ തലമുറ ഇതൊക്കെ കണ്ട് വളർന്നിട്ട് അവർ ചെയ്തിട്ട് വേണം അവരുടെ മക്കൾക്കും ഇതേപോലെയുള്ള നല്ല കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട്. ഞങ്ങൾ പുറത്ത് ആയിരുന്നു എന്ന് പലവട്ടം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്വാളിയറിലും നാഗ്പൂരിലും അതുപോലെ ഡൽഹിയിലൊക്കെ ആയിരുന്നപ്പോൾ മമ്മി ഇങ്ങനെ വീട്ടിലുണ്ടാക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മളെ അടുത്തുള്ള ഹരിയാന ആൻറ്റിക്കും ബീഹാറി ആൻറ്റികൾക്കും തമിഴ്നാട്ടിലുള്ള ആൻറ്റിമാർക്കെല്ലാം കൊണ്ട് കൊടുക്കും കേട്ടോ. അതെല്ലാം നമ്മളറിയുന്നില്ല. നമ്മൾ സ്കൂളിൽ പോകുമ്പോഴേക്കും ഇതൊക്കെ നടക്കുന്നത്. പക്ഷേ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉണ്ടല്ലോ, അവർ ചെയ്യുന്ന പോലെ ലഡുവോ കാജു കട്ട്ലിയോ അല്ലെങ്കിൽ ആലുക്ക പൊറാട്ടയൊക്കെ അവരുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ അത് തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് വരും. അതൊക്കെ കഴിക്കാൻ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ മമ്മി ഷെയർ ചെയ്യുന്നതുകൊണ്ടാണ് അവരും ഇത്ര ഇതായത്. അതുപോലെ തന്നെ ഈ മമ്മിയുടെ ജസ്റ്റ് ഷെയറിങ് കൊണ്ട് മാത്രമല്ല, ഞങ്ങളെപ്പോൾ വരുമ്പോൾ മമ്മി ഇവരുടെ കൂടെ വലിയ കാര്യമായിട്ട് സംസാരിക്കുന്നതാണ്. എന്തൊക്കെ ഹിന്ദിക്കാരി ആൻറ്റിമാരുടെ വലിയ കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നത്. ദൂരെ നോക്കുമ്പോൾ ഭയങ്കര സംസാരം തോന്നുന്നത്. അതുപോലെ ബീഹാറി ആൻറ്റി അടുത്ത് അവർ ബീഹാറിയിലായിരിക്കും സംസാരിക്കുന്നത്. മമ്മി അല്ല എന്തൊക്കെയോ വെച്ച് കാര്യം നല്ലോണം ഞാൻ ഹിന്ദി പറയുമായിരുന്നു. ചുമ്മാ പറയുക, അത്യാവശ്യമൊക്കെ ഒപ്പിച്ചെടുക്കുമായിരുന്നു, കാര്യമൊക്കെ നേടിയെടുക്കുമായിരുന്നു. ആക്ഷനിലൂടെയും മലയാളം, അതിനിടയ്ക്ക് കൂടെ മലയാളം വാക്കേറ്റും ഹിന്ദി കയറ്റും ഇംഗ്ലീഷ് കയറ്റും അങ്ങനെ എല്ലാം കൂടെ സംഗതി എല്ലാം കൂടെ ഓക്കെ വലിയ കാര്യമായിരുന്നു. അവർക്ക് മനസ്സിലായാലും മനസ്സിലായില്ലല്ലോ, അവർക്കൊക്കെ വലിയ കാര്യമായിരുന്നു മമ്മീനെ. അവരിപ്പോഴും വിളിക്കാറുണ്ട്, മമ്മി അന്വേഷിക്കാറുണ്ട്. എബിൻകി മമ്മി പറഞ്ഞതെന്ന് പറയുമ്പോ എബിൻകി മമ്മി ഇപ്പോഴും ഹിന്ദി ഒന്നും മറന്നിട്ടും പോലും ഹിന്ദി മറന്നിട്ടില്ല. ഞാൻ ഒപ്പിക്കുന്ന കാര്യം എനിക്ക് ദൈവത്തിനും അറിയാം. 8 വർഷമായി അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് ഞാൻ എന്തോ ഒപ്പിക്കണം, എന്നാലും അത്യാവശ്യം ഒപ്പിച്ചു ഇന്ന് വിളിച്ചിട്ടൊക്കെ. അവരിപ്പോഴും വിളിക്കാറുണ്ട്. അവർക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മുടെ സൗണ്ടൊക്കെ കേൾക്കുന്നതും ഒക്കെ അല്ലേ. പിന്നെന്ന് പറയുന്നത് ആ ഒരു സമയത്തായിരുന്നു മമ്മിയുടെ അപ്പച്ചൻ മരിച്ചത്. അപ്പം മമ്മിക്കും പപ്പയ്ക്കും അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നു. എൻ്റെയൊക്കെ എക്സാമായിരുന്നു, 12 എക്സാമൊക്കെ ആയിരുന്നു. ആ സമയത്ത് എനിക്കും അച്ഛനും പോകാൻ ഒക്കത്തില്ലായിരുന്നു. അപ്പോൾ മമ്മിയും പപ്പ ഇല്ലാത്ത സമയത്ത് ഫുള്ള് ആൻറ്റിമാരൊക്കെ ആയിരുന്നു ഞങ്ങളെ നോക്കിയത്. 3 നേരത്തെ ആഹാരം ഓരോരുത്തരുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. മമ്മിക്ക് ആ ഒരു കാര്യത്തിൽ ടെൻഷൻ അടിക്കുകയേ വേണ്ടായിരുന്നു. പിള്ളേരുടെ ആഹാരം എങ്ങനെയാണ്, അവിടെ ആണ്, ഒറ്റയ്ക്കാണ്, എങ്ങനെയാവും എന്നുള്ള ആ ഒരു ടെൻഷനേ വേണ്ടായിരുന്നു. അവർ ഞങ്ങളെ പൊന്നുപോലെ നോക്കിയത്. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ചെയ്യുന്ന സഹായം നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ തിരിച്ചു വരും അല്ലേ. അതെ, നമ്മളത് പ്രതീക്ഷിച്ച് ചെയ്യരുതെന്ന് മാത്രം. ആരെങ്കിലും ഒരാൾ നമുക്ക് എന്തെങ്കിലും ചെയ്താൽ അതിന് എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. അതെ അതെ. പിന്നെന്ന് വെച്ചാൽ നമുക്ക് തിരിച്ച് സഹായം കിട്ടത്തില്ല എന്ന് ഉറപ്പുള്ളവരോട് വേണം നമ്മൾ സഹായിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഇന്ന ആളെ നമുക്ക് ഇങ്ങനെ ചെയ്യും, ഒരു സമയത്ത് ഇങ്ങനെ തിരിച്ചു തരും എന്നുള്ളൊരു പ്രതീക്ഷയോടെ ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് കിട്ടത്തില്ല. നമ്മൾ 10 കൊടുത്താൽ 15 തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ ആയിരിക്കരുത് നമ്മൾ ഓരോന്നും ചെയ്യുന്നത്. നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യുക. അത് എപ്പോഴെങ്കിലും വേറൊരു രൂപത്തിൽ ദൈവം നമുക്കത് തരും. എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം. നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രതീക്ഷിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷയായിരിക്കത്തില്ല കിട്ടുന്നത്. അത് നമ്മളെ പലപ്പോഴും കുറേ ഡിസപ്പോയിൻ്റ് ചെയ്യും. ഇൻസ്റ്റെഡ് നമുക്ക് തോന്നുന്ന കാര്യം അങ്ങ് ചെയ്യുക, അതിന് പിന്നെ റിട്ടേൺ ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. അത് ഇതുപോലെ മെയിൻലി കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന ആൾക്കാരെ സഹായിക്കുന്ന കാര്യത്തിലൊക്കെ നമ്മളൊന്നും പ്രതീക്ഷിച്ച് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. മനസ്സറിഞ്ഞങ്ങ് ചെയ്യുക, ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. അപ്പം ഇതുപോലെ തന്നെ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലേ, ഇപ്പം
നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ആർക്കെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്താൽ നല്ലതായിരിക്കും അല്ലേ മെറിനെ? അതെ അതെ, ഇടയ്ക്കൊന്ന് പോയി കാണുന്നത് സത്യം അല്ലേ? ആ കാണുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് ആരെങ്കിലും കാണണമെന്നോ കൊടുക്കണമെന്നോ ആഗ്രഹമുണ്ടെങ്കിൽ അത് അപ്പം തന്നെ അങ്ങ് സാധിച്ചേക്കണം. അതെ, പിന്നെ പിന്നെ പിന്നെയെന്ന് പറഞ്ഞിട്ട് പിന്നെ ആകുമ്പോഴത്തേക്ക് അവരുടെ ഭൂമിയിൽ നിന്നുള്ള അവരുടെ സമയം കഴിഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് ആ തോന്നുന്ന സമയത്ത് നമ്മളതങ്ങ് ചെയ്തേക്കാം, അങ്ങ് പോവുക, ചെയ്തേക്കുക. നമ്മളൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ എന്ന് പിന്നെ ഉള്ളൊരു വിഷമം അത് എന്നത്തേക്കും ആയിരിക്കും. അതുകൊണ്ട് ആ സമയത്ത് തന്നെ കാണുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ജസ്റ്റ് കുറേ പേര് നല്ല കാര്യങ്ങളായിരുന്നു കമൻസൊക്കെ ചെയ്ത്. അപ്പോൾ ജസ്റ്റ് അതിനെപ്പറ്റി ഒന്നുകൂടെ ഒന്ന് ബ്രീഫ് ചെയ്യണമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞങ്ങളെല്ലാവരും ബൈ.